തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധനയ്ക്കിടെ കഞ്ചാവ് പിടികൂടി. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിനെതിരെ നേരത്തെയും പരാതികൾ വ്യാപകമായിരുന്നു. 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. അതേസമയം ഹോസ്റ്റലിൽ SFIക്കാർ മാത്രമല്ല താമസിക്കുന്നതെന്ന വാദവുമായി SFI രംഗത്തെത്തി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എക്സൈസിൻ്റെ പരിശോധന പൂർത്തിയായോ? ഈ പരിശോധനയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, SFIയുടെ പരിശോധന എക്സൈസിന്റെ പരിശോധന പൂർണ്ണമായിട്ടുണ്ട്. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് തമിഴ്നാട് സ്വദേശിയാണ്, ഒരാളുടെ വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിൽ നിന്നും ഈ മുറി താമസിച്ചിരുന്ന 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അനൌദ്യോഗിക വിവരം പുറത്തു വരുന്നത് 20 ഗ്രാം കഞ്ചാവ് 4 പൊതികളിലായിട്ടാണ് യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിലെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത്. വ്യക്തമായിട്ടുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് എക്സൈസ് മണ്ണന്തല റേഞ്ച് എക്സൈസ് ടീമിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥരെത്തുകയും മുറി ചവിട്ടി തുറന്ന ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നമായിട്ടുള്ള കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവധിയായതിനാൽ വിദ്യാർത്ഥികളെ വീട്ടിൽ പോകാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികളെ തിരികെ വീടുകളിലേക്ക് മടങ്ങി പോകാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇവിടുത്തെ പോകാതിരുന്ന വിദ്യാർത്ഥികളുടെ റൂമുകളാണ് ഇപ്പോൾ പരിശോധിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ SFIയുടെ ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ CPMന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഈ പരിശോധന പുരോഗമിക്കുന്നതിനിടെ മാധ്യമങ്ങൾ വന്നതിന് പിന്നാലെ ഈ CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ മടങ്ങി പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ മെൻസ് ഹോസ്റ്റലിനകത്തെ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. SFIയുടെ നേതാക്കൾ ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന 2 പേർ അവർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണോ? ഇത് ചോദിക്കാനുള്ള കാരണം, യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ ബോയ്സ് ഹോസ്റ്റലിൽ സാധാരണ പുറത്തു നിന്നുള്ളവർ താമസിക്കാറുണ്ട്. മാത്രമല്ല കോളേജ് പഠനം പൂർത്തിയാക്കിയവരും അവിടെ തമ്പടിക്കാറുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ ഇത് പുറത്തു വന്ന കാര്യങ്ങൾ ആണ്. നേരത്തെയും പരിശോധന നടത്തിയപ്പോൾ പോലീസിന് ഇത് വ്യക്തമായതാണ്. ചില പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതികൾ പോലും അവിടെ ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ കസ്റ്റഡിയിലുള്ള 2 പേരും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നവരാണോ? നിലവിൽ പഠിക്കുന്നവരാണോ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. കാരണം അവധിയായിരുന്ന സമയത്ത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് റിസർച്ച് ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഈ മുറിയിൽ താമസിക്കുന്നത് എന്ന രീതിയിൽ വിവരം ലഭിച്ചില്ല. കാരണം ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാർഡനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ശേഖരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എക്സൈസ് ഈ പരിശോധനകൾ പൂർത്തിയാക്കി മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇതുവരെയും കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. 4 പൊതികളിലായിട്ട് പിടികൂടി. അപ്പോൾ ഈ സംസ്ഥാന വ്യാപകമായിട്ട് ഹോസ്റ്റലുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ലഹരി പരിശോധനകൾ ഊർജിതമാക്കുമ്പോഴും തിരുവനന്തപുരം മെൻസ് ഹോസ്റ്റലിനകത്ത് എന്തുകൊണ്ട് പരിശോധന നടത്തുന്നില്ല എന്നൊരു വാദം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ ചെറിയ അളവിലാണ് ഇപ്പോൾ ലഹരി മരുന്ന് പിടികൂടിയത്. 4 എക്സൈസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഒരു പരിശോധനയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഉള്ള പ്രഹസനമായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും SFIയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഹോസ്റ്റൽ കൂടിയാണ് യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റൽ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധനയ്ക്കിടെ കഞ്ചാവ് പിടികൂടി. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിനെതിരെ നേരത്തെയും പരാതികൾ വ്യാപകമായിരുന്നു. 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഹോസ്റ്റലിൽ SFIക്കാർ മാത്രമല്ല താമസിക്കുന്നതെന്ന വാദവുമായി സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.